ഹായ് ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിന് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു സർപ്രൈസ് പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മണി 11:30 ആവുന്നു. അപ്പോൾ പ്രാങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ്. നമുക്ക് നോക്കാം. എന്തായാലും കേക്കൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേളിലൊരു ഫ്രിഡ്ജുണ്ട്, താഴെ ഒരു ഫ്രിഡ്ജുണ്ട്. മേളിലത്തെ ഫ്രിഡ്ജിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷിയ അവിടെ താഴേക്ക് ഇരിപ്പുണ്ട്. ഷിയാക്കും എനിക്കും അല്ലാണ്ട് വേറെ ആർക്കും, പിന്നെ ഇവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇർഫാൻ, അവനിക്കും അറിയാം. വേറെ ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പ്രാങ്ക് എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും കൊച്ച് ഉറക്കണം. അതിനെങ്ങനെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറക്കട്ടെ. അപ്പോൾ എന്തായാലും പിന്നെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അളിയച്ചാറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവാനംബ്രയ്ക്ക് ഉണ്ട് നമ്മളെ കൂടെ പ്ലാനിങ്ങിന്. JD ഇർഫാനുണ്ട്, അതേപോലെ എൻ്റെ ജച്ചുണ്ട്. ജഹാസിന് ഉറങ്ങാൻ കയറ്റിയിട്ടുണ്ട്. 11:47 അപ്പം നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിരിക്കുകയാണ്. ഇവനെ പുറത്തിരുത്തിയിട്ട് നമ്മൾ ചെറിയൊരു പ്ലാനിങ് അവനെ വിളിച്ചു വരുത്തിയിട്ട് പൊട്ടിക്കാനുള്ള നമ്മൾ കാണിക്കാം. എന്തായാലും വീഡിയോ എടുക്കുക, സമയം പോകുന്നു, ഫോൺ വെച്ചു. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇർഫാനെ നമ്മൾ ആരും കാണാണ്ട് വീടിൻ്റെ മേളിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പം ഞാനും ജച്ചായും ഇർഫാനും കൂടെ കട്ട ഒരു പ്ലാനാണ് ചെയ്തിരിക്കുന്നത്. ജച്ചാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു കറുപ്പ് തുണി കൊടുത്തിട്ട് നമ്മൾ ആ സിറ്റ് ഔട്ടിൽ, മേളിൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഒരു ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്, ഇങ്ങനെ സ്മോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സെറ്റപ്പിൽ. എന്നിട്ട് ഞങ്ങൾ അടിയിൽ പോയിട്ട് ജഹാസിൻ്റെ അടുക്ക് പറയടാ, മേളിൽ ആരാ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആരാന്നറിയത്തില്ല. അപ്പം അവൻ പെട്ടെന്ന് ടെൻഷനാവും. സംഭവം വേറെ കാര്യം, അവൻ്റെ അടുക്ക പോയി പറഞ്ഞപ്പോൾ അവൻ വരണ്ട് തൂറിയുള്ള കാര്യം പറയാം. എന്നിട്ട് ജനലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കുടിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ജനലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സിഗരറ്റ് ഇങ്ങനെ ആരാ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ട് നമ്മൾ പേടിച്ചിട്ട് അവനെ പോയി വിളിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ആളാ ഇങ്ങനെ പൊക്കാന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇർഫാൻ്റെ കയ്യിൽ പോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇർഫാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കതവ് തുറക്കുമ്പോൾ തന്നെ പോപ്പ് പൊട്ടിച്ചോളണം. ചിലപ്പം അഗ്രസീവായിട്ട് ചിലപ്പോൾ തലക്കിട്ടൊരെണ്ണം കൊടുത്താലാ. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഫ്രണ്ടിൽ നിന്നിട്ട് കതവ് തുറക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവനാണെങ്കിൽ ആദ്യം തന്നെ അവനിക്ക് ബർത്ത്ഡേൻ്റെ കാര്യം അറിയാമെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ല, നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും. അങ്ങനെ ഞങ്ങൾ ഇർഫാനെ സെറ്റ് ചെയ്തെല്ലാം ഇരുത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ബ്ലാക്ക് തുണിയൊക്കെ കൊടുത്ത് കയ്യിലൊരു സിഗരറ്റൊക്കെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ അവൻ സ്മോക്ക് ചെയ്യുന്നില്ല, ചുമ്മാ ഒരു പ്ലാനിങ് കയ്യിലിങ്ങനെ വെറുതെ കൊടുത്തിരിക്കുകയാണ് ജനലിൻ്റെ ഇടയിൽ കൂടെ കാണാൻ വേണ്ടി. അവനെ പ്ലെയിനായിട്ട് ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പം അതൊരു പ്ലാനിങ് ആണെന്ന് മനസ്സിലാവും. സിഗരറ്റ് ഇല്ലെങ്കിൽ അവർ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു ചിന്തയിലോട്ടൊക്കെ പോകും. അങ്ങനെയാണ് നമ്മുടെ ഇത് കണ്ട നല്ല ഒരു ഹൊറർ സെറ്റപ്പിലാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. ഇങ്ങനെ പുക വരുന്നുണ്ട്, അത് നല്ലൊരു സെറ്റ് ചെയ്തിരുത്തിയിട്ട് നേരെ നമ്മൾ രണ്ടും കൂടെ ജച്ചായും ഞാനും കൊച്ചും കൂടെ നേരെ അടിയിലോട്ട് പോയിട്ട് അവൻ ഉറങ്ങി കിടക്കുക. നമ്മൾ പെട്ടെന്ന് വെപ്രാളപ്പെട്ടിട്ട് ഇങ്ങനെ പോയിട്ട് പറയണം, ആരാ മേളിലിരിക്കുന്നു, എന്താ സംഭവം എന്നറിഞ്ഞൂടാ. ബാക്കി കുറച്ച് രംഗങ്ങൾ നിങ്ങൾ നേരിട്ട് കാണും. എന്തായാലും ഫോൺ വിളിച്ചിട്ട് ഉറങ്ങിയാന്ന് നോക്കി. അല്ല ഉറങ്ങിയാന്ന് ചോദിക്കാണ്, ഉറങ്ങിയാന്ന് ചോദിക്കുക. അപ്പം അവൻ ചോദിക്കും എന്താണെന്ന് ചോദിക്കും. അന്ന് നമ്മളെ വിളിച്ചത് പാമ്പിനെ ഉറങ്ങിയാന്ന്. അപ്പോൾ അതേ നമ്മൾ ഇർഫാനെ പുറത്തിരുത്തിയിട്ട് ട്രയൽ നോക്കുകയാണ്. എന്നിട്ട് അവൻ അടിയിൽ പോയി വിളിച്ചിട്ടും വരും. അടിയിൽ നിന്ന് ഫോണും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവനിക്ക് ഡൗട്ട് തോന്നും. അതുകൊണ്ട് അടിയിൽ പോകുന്നതൊന്നും വീഡിയോ എടുക്കുന്നില്ല, ഇവിടെ വന്നിട്ടേ എടുക്കത്തുള്ളൂ. കണ്ടോ, നീ അവിടെയൊക്കെ ഇറങ്ങി നോക്കിയാൽ സിഗരറ്റ് വരുന്നുണ്ടോ? കാണാൻ പറ്റും. നമ്മള് തെറ്റിയത് അയ്യോ അവിടെ കൊണ്ട് കട്ടിയടാ.
ബാഡിയിലുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ജഹാസ്. അല്ല ഹാപ്പി ബർത്ത്ഡേ. നമുക്കിവിടെ സ്ഥിരമായിട്ട് പിന്നല്ലാണ്ട് എന്താ ഹാപ്പി ബർത്ത്ഡേ. അതൊക്കെ പ്ലാനിലുള്ള ടൈമിങ് പൊട്ടിയല്ലേ? ഈ ടൈമിക്ക് പൊട്ടി. മുഖം കണ്ടോ പേടിച്ചു വേറെ എനിക്കൊരു ഒറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളു. കാരണം വെച്ചാൽ അബ്ബാച്ചിനെ കൊടുക്കല്ലേ ഞാൻ പറഞ്ഞത്. എങ്ങാണം ഒന്ന് അങ്ങോട്ടാ ഒന്ന് ഇങ്ങോട്ടാ മേടിച്ചത്. അതൊക്കെ പ്ലാനിലുള്ള മനുഷ്യട്ടില്ല. ജസ്റ്റ് ഒന്ന് കത്തിച്ചു വെച്ചു. കൊറേ നേരിട്ടൊരു നാടുവാ ഞാൻ. ഇപ്പൊ ഒരു രാവിലോട്ടുള്ള പ്ലാനിങ് കൊണ്ടുപോയിട്ട് ഉണ്ട്. ഒരു ഫോൺ മതിയടാ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്നുള്ള ക്രിയേഷൻ പ്ലാൻ ചെയ്തെല്ലാം സെറ്റ് ആക്കിയപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാരും വരണ്ടിരിക്കുകയാണ്. ജഹാസൊക്കെ പേരിട്ട് സെറ്റ്. ഇർഫാന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞ ഞാൻ കട്ടാ വരെയോ. അതെ, ആ പുറത്ത് ആ വെട്ടത്തിനകത്ത് ഇരിക്കുമ്പോഴാ വേറൊരു മൂഡ് കറക്റ്റ്. പക്ഷെ പൊട്ടിക്കലി പ്രതീക്ഷിച്ചില്ല. പക്ഷെ പൊട്ടിക്കലി നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ കഴിഞ്ഞിട്ടും ഈ കൊച്ചില്ലായിരുന്നു. മാമച്ചിയുടെ ബർത്ത്ഡേ കൊച്ചുണ്ട്. ഫോട്ടോ എടുത്തല്ലോ. ഒരു ഫോട്ടോ ഇവിടെ ഒന്ന് നിന്നിട്ടുണ്ടോ? നാളെയാണ് കേക്ക് മുറിക്കണേന്ന് പറഞ്ഞു. എല്ലാം വെൽ പ്ലാൻഡാ. അപ്പൊ കേക്ക് മുറിക്കാൻ പോണ സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ ടു യു. 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 ഇത്രയും ചെയ്ത നമ്മള് പുറത്ത് ഇത്രയും റിസ്ക് എടുത്ത് ശീലമില്ലാത്ത ശീലവും തുടങ്ങി. അല്ല, മറ്റേ പരിപാടി ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ ഇങ്ങനെ പക്ഷെ ആ പുറത്താ മഞ്ഞിന്റെ ചെറിയൊരു മൂടും എല്ലാം കൂടെ പുറക്കാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഗിഫ്റ്റ് മേടിച്ചായിരുന്നു, പക്ഷെ അത് കാറിന്റെ അകത്തായി പോയി. അത് ഞാൻ നാളെ കൊണ്ടുതരാം. അതിന്റെ വീഡിയോ നമുക്ക് പ്രത്യേകം വേറെ എടുക്കാം. അതൊക്കെ ഉണ്ട് സർപ്രൈസ്. എന്തുവാ ഇല്ല, കിട്ടത്തില്ല.
അത് കിട്ടത്തില്ല, അങ്ങനെ മൈൻഡിൽ വരാത്തൊരു സാധനം കിട്ടത്തില്ല ഗിഫ്റ്റ്. എന്റെ മുന്നിൽ പൊളിയായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ബർത്ത്ഡേ ബോയുടെ റിയാക്ഷൻ കേൾക്കാം, പറഞ്ഞോളൂ. സമയം പെട്ടെന്ന് ഇമ്പോർട്ടൻസാ. ഇവിടെ എല്ലാരും ഇരുന്നോണ്ട് നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ കറക്റ്റ് സമയത്ത് ഇർഫാനെ വിളിച്ചു വരുത്തി, പല്ലാന മാറ്റി, ദുവാന മാറ്റി, കറക്റ്റ് സമയത്ത് ഇർഫാനെ അകത്തോട്ട് കയറ്റി. തിന്നോ തിന്നോ. പിന്നെ എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ അടിപൊളിയായിരുന്നു. അപ്പം സമയം ഏതാണ്ടൊക്കെ ഒരു ഇതുമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്തേ. അപ്പൊ എന്തായാലും നിന്നെ കാണിക്ക്. ഞാൻ വേണ്ട. ഞാൻ വേണം. ഇവനാണ് നമ്മുടെ സുഹൃത്ത്, ഇവൻ നമ്മുടെ പ്രേതം. വേറെ ക്യാരക്ടർ ഒന്നും എന്റെ അടുത്ത് പറഞ്ഞു. അത് നമ്മൾ പ്രേതമാക്കിയിരിക്കുകയാണ്. അപ്പൊ രാത്രി പ്ലാനിങ്ങിൽ കൂടെ നിന്ന് ഒരാള് ഉറങ്ങാണ്ട് കണ്ണിലെണ്ണ രാവിലെ മുതൽ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ ഉറങ്ങാണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ തൊട്ട് ഉണർന്നിരിക്കുകയാണ്. പക്ഷെ കേക്ക് മാത്രം കഴിച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതേപോലുള്ള ഇനിയും കുറെ കാഴ്ചകൾ ഇനി കാണിക്കാനുണ്ട്. കാണിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സെൻസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പം നന്ദി അറിയിച്ചു. ബൈ ബൈ. ഓക്കെ, ഒരു ബൈ പറ. ഓക്കെ സെറ്റ്.